ഹലോ, അസ്സലാമലൈക്കും. നാളെ നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഒരു 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് വേപ്പില. അതിലേക്ക് നമ്മൾ ഫിഷ് ബിരിയാണി മസാലയാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഒരു 2-3 ടീസ്പൂണ് ഫിഷ് ബിരിയാണി മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി, ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് നമ്മളെ സ്പൈസി മുളകല്ല, കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ്. അത് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയാണ് കേട്ടോ, ജീരകത്തിൻ്റെ പൊടി. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1.5-2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. കുരുമുളകിൻ്റെ വെറൈറ്റി, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും നമ്മൾ കുരുമുളക് ഇട്ടത്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ട് ഇടുന്നു, അത്ര ഉപ്പ്. ഓക്കെ. ഇനി നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ഒഴിക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, സൺഫ്ലവർ ഒഴിക്കേണ്ടവർക്ക് സൺഫ്ലവർ ഒഴിക്കുക. അങ്ങനെയാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി ഇതിലൊന്നുമില്ല, നമ്മളൊരു ചെറിയ കഷ്ണം പുളി കൂടെ ആഡ് ചെയ്യും. പുളിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യുക, ചെറുനാരങ്ങ നീര് ഒഴിക്കുക. പുളി ഇടേണ്ടവർക്ക് പുളി ഇടാം. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ. എന്നിട്ട് നമ്മളിത് നല്ല മിക്സ് ചെയ്തിട്ട് സെറ്റാക്കി കാണിച്ചു തരാം.